790 ഹീറ്റ് അപ്പ് ആവുന്നുണ്ട്. അയ്യോ ആന. What's happening people, this is Kochi Machan and welcome back to another vlog. So we are finally going for a ride after അങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വീഡിയോസൊന്നും കാണാറില്ല എന്നുള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റൈഡൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പയ്യെ വീഡിയോസും വരും. അപ്പോൾ വി ആർ ഗോയിങ് ടു വാൽപ്പാറ മൂന്നാർ വഴി അങ്ങനെ കയറി തിരിച്ച് വൺ ഡേ റൈഡാണ്. നമ്മുടെ 7th ഹെവൻ എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ ചിന്നാർ വഴി മൂന്നാർ കയറി ഇറങ്ങി വരാനുള്ളൊരു പ്ലാനാണ്. ഹോപ്പ്ഫുള്ളി ഇന്ന് മൊത്തത്തിൽ നടക്കും. ഇവിടെ നല്ല മഴയായി പെയ്തിട്ടുണ്ട്. ഓ മൈ ഗാഡ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിഘ്നേഷ് ഉണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈം വിഘ്നേഷ് ആൻഡ് എബിൻ ഈസ് കമ്മിങ് ഫോർ ദ റൈഡ്. യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. റോഡ് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ റെയിൻ മോഡിലേക്ക് ഇട്ടു. റെയിൻ മോഡിലേക്ക് ഇട്ടാൽ കണ്ടല്ലോ വണ്ടി നമുക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഫുൾ പൊട്ടൻഷ്യൽ അല്ല, റെയിൻ മോഡിൽ എത്രത്തോളം പറ്റും അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് ഓടിക്കാം. കാര്യം വണ്ടി വേറെ ലെവലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. മഴക്കാർ, ബാക്കിൽ നിന്ന് മഴക്കാർ, ആകെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ എങ്ങനെയെങ്കിലും കടന്ന് പെട്ടണം അപ്പുറത്തേക്ക്. താങ്ക്സ് ടു നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹൈ ബൂട്ട്സാണ് ഞാൻ ഇന്നിട്ടേക്കണേ. എനിക്കറിയാതെ മഴ കിട്ടുമെന്ന്, അതുകൊണ്ട് ഹൈ ബൂട്ട്സ്, വാട്ടർ പ്രൂഫ് ബൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ആണ് നമ്മുടെ വിഘ്നേഷ് അവൻ്റെ സ്ട്രീറ്റ് ട്രിപ്പിൽ. അത് കണ്ടോ, ഇന്ന് മോജോയിൽ ഞങ്ങളുടെ പാര ഉള്ളതെന്നൊക്കെ. ബേക്കോ എങ്ങോട്ടാ? ഓ പാവം പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ടാണോ ബൈക്കിന്? ആദ്യമായിട്ടാണോ? ഓ മനസ്സിലായിക്കോളും. അവൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് നമ്മുടെ എബിൻ്റെ കൊച്ചിൻ്റെ. റെയിൻ മോഡ് ഓൺ, സോ ട്രിപ്പ് ഓൺ ടു വാൽപ്പാറ, ദ 7th ഹെവൻ എന്നൊക്കെ പറയാം. ഇന്ന് പോകുമ്പോൾ നോക്കാം എത്രത്തോളം ഹെല്ലായിരിക്കുമെന്ന്. ഞങ്ങൾ 3 പേരുണ്ട്, പക്ഷേ വഴി വെച്ച് കുറേ പേരെ കാണും. കാര്യം വാൽപ്പാറ ഇപ്പോൾ ഭയങ്കര രസമാണ് പോകാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പിള്ളേർ മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. 15,968 16,000 കിലോമീറ്റർ ആവുന്നു. മഴ അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. റെയിൻ കോട്ട് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ട്. ആഫ്റ്റർ എ ലോങ് ടൈം. ഓ ഗോമാതാക്കി ചാടല്ലേട്ടോ, ചാടാൻ വേണ്ടി നിൽക്കണ പോലെ ഉണ്ടായിരുന്നു അവിടെ. 1 ഡേ ഡെസ്റ്റിനേഷനാണ് വാൽപ്പാറ. ശരിക്കും പറഞ്ഞാൽ നിൽക്കണമെങ്കിൽ നിൽക്കാം, നിന്നിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. സ്റ്റേ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ വാൽപ്പാറയിൽ. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല റോഡ്സാണ്. ഇപ്പോൾ ഫുൾ റോഡൊക്കെ അടിപൊളി ടാർ ചെയ്തിട്ടുണ്ടെന്നാണ്. അവസാനത്തെ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ അവർ ടാർ ചെയ്യാൻ ബാക്കിയുള്ളത്. ബാക്കി ഫുൾ സെഷൻ ടാർ ചെയ്ത് വെച്ചേക്കണമെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ഇന്നത്തെ റൂട്ട് നേരെ ചാലക്കുടിയിൽ നിന്ന് റൈറ്റ് അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ വാഴച്ചാൽ വഴി വാൽപ്പാറയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകാൻ പോണത് ചിലപ്പോൾ പൊള്ളാച്ചി വഴി പാലക്കാട് അങ്ങനെ വരും. അല്ലെങ്കിൽ പൊള്ളാച്ചിയിൽ ഇറങ്ങി നമ്മൾ ചിന്നാർ മറയൂർ റൂട്ട് മൂന്നാർ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഒരു ലോങ് റൈഡായിരിക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 to 400 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ സെയിം റൂട്ട് തന്നെയല്ല തിരിച്ചു തന്നെ, പുഴ വഴി വേറെ വഴിയാണ് നമ്മൾ തിരിച്ചു വരാൻ പോണേ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല. കാര്യം ചെക്ക് പോസ്റ്റുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചെക്ക് പോസ്റ്റും 6 മണി വരെ അലോ ചെയ്യുള്ളൂ. പിന്നാറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് അവിടെ കയറണം പെട്ടെന്ന്. ഇപ്പോൾ വെതർ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ നല്ല ടൈമാണ് കേട്ടോ, റൈഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. കാര്യം അവിടെ കുറച്ച് ക്ലിയർ ആണ്. ആ സൈഡിലേക്ക് കുറച്ച് ക്ലൗഡ്സ് കാണുന്നുണ്ട്. മഴ രാവിലെ തുടങ്ങി, കുറേ നനഞ്ഞു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല സുഖമുണ്ട്. ചൂട് കുറവാണല്ലോ, നല്ല അടിപൊളിയായിട്ട് റൈഡ് ചെയ്ത് പോവാം. അതിരപ്പള്ളി റൂട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് മഴയൊക്കെ മാറിയിട്ടോ. ആൻഡ് കുറേ വണ്ടികളും പിള്ളേരെയും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാ? മലക്കപ്പാറ. താങ്ക് യു. നല്ല റോഡുകളാട്ടോ ഇവിടുത്തെ ഇപ്പോൾ ആസ് ഓഫ് നൗ. മഴക്കാലത്തിന് മുമ്പ്, മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഓ റോഡ് നന്നായെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവിടുത്തെ പാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് നല്ല റോഡ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കുഴികൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇതിൻ്റെ അലോയ് ഭയങ്കര ഇതാണ്, ബ്രിട്ടിലാണ്. പെട്ടെന്ന്
പെട്ടെന്ന് തൊട്ടാൽ നല്ല കുഴിയൊക്കെ ഇട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ടയേഴ്സ് നല്ലതാണ് ഇട്ടേക്കണത്. വോളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. 2-3 കുഴിയൊക്കെ വീണിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു അല്ലോയ്ക്ക് പണിയാവുമെന്ന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ നമുക്ക് 2-3 R15 പോകുന്നുണ്ട്. ഭാഗം പച്ചപ്പായി ഇങ്ങനെ വെറുതെ ചെതറി നിൽക്കുന്ന കേട്ടോ വെയിലത്ത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാര്യം ആ ഡ്രൈ ആയി കിടന്ന ഭാഗം മൊത്തം ഇപ്പോൾ ഫുള്ള് പച്ചപ്പായി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് സ്റ്റോപ്പ് എടുത്തു. ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ. ഇവൻ്റെ ആദ്യത്തെ റൈഡാട്ടെ ഇന്ന്. എങ്ങനെ എങ്ങോട്ടാ പോണേ? എടാ എങ്ങോട്ടാ പോണേ? നല്ലോണം കീഴാ. അപ്പോൾ ഇത് എബിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇവനെ നോക്കട്ടെ, കാലങ്ങൾ കഴിഞ്ഞിട്ടാട്ടെ ഇവനൊക്കെ റൈഡിന് കാണുന്നത്. ആൻഡ് ഇത് എബിൻ്റെ വൈഫ്. ഇത് വിഘ്നേഷ്. ഇവൻ്റെ വണ്ടി കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മളെ ഹെഡ് ലാമ്പൊക്കെ എടുത്ത് പറഞ്ഞ് ഹുസ്കോറിനോട് ഒരു ഹെഡ് ലാമ്പൊക്കെ കയറ്റി. ആൻഡ് ഇത് വിഘ്നേഷിൻ്റെ വൈഫ്. അപ്പോൾ വി ആർ ഗോയിങ് ടു വാൽപ്പാറ. ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാട്ടോ. ഇതാണ് അന്നപൂർണ്ണ ഫാമിലി റെസ്റ്റോറൻറ്റ്. നമ്മുടെ അതിരപ്പള്ളി എത്താറായി. കുറേ റൈഡേഴ്സ് ഉണ്ട്. ഇന്ന് കുറേ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി നേരെ അടുത്ത സ്റ്റോപ്പ് വാഴച്ചാലായിരിക്കും. അവിടുത്തെ ചെക്ക് പോസ്റ്റ് പേരൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ വാൽപ്പാറ, ചിലപ്പോൾ പാലക്കാട് റൂട്ട് കയറും, അല്ലെങ്കിൽ മൂന്നാർ വഴി തിരിച്ചു വരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ പോവാം. കുറേ പേരുണ്ട് കേട്ടോ. കുറേ റൈഡേഴ്സ് ഉണ്ട്. കാറും ബൈക്കുമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആൻഡ് റോഡ്സ് ചില ചെറിയ സ്ഥലത്ത് പാച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ക്ലൈമറ്റ് മാറിയിട്ടോ, ഫുൾ വെയിലായി. അപ്പോൾ നമ്മൾ ട്രെയിൻ ഗിയേഴ്സൊക്കെ മൊത്തം ഊരി വെച്ചിട്ടുണ്ട്. ഈ മഴ പെയ്യാണ്ടിരുന്നാൽ മതി. വലിയ കാര്യത്തിൽ എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഊരി വെച്ചിട്ടോ. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ അതിരപ്പള്ളി എത്തി. നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ അധികം സമയമൊന്നും ആയിട്ടില്ല. ഫുൾ ബൈക്കേഴ്സും ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാര്യം അതിരപ്പള്ളി നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. ഈ റൂട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ മസ്റ്റ് ഗോ റൂട്ട് എന്ന് വേണേൽ പറയട്ടത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി പോയി കഴിക്കണം. ഈ പ്രത്യേകിച്ച് മൺസൂൺ സീസൺ. കാര്യം നല്ല രീതിയിൽ മഴ പെയ്ത് പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതനുസരിച്ച് കുറേ നല്ല ഭംഗി, ഭയങ്കര ക്ലൈമറ്റ് ആയാലും നല്ല അടിപൊളിയായിരിക്കും. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആന വരും, ആന വരും, ആന. ഇവിടെ റൈഡേഴ്സ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടോ ഓടിക്കണം. അതായത് അവരാക്കി കറക്റ്റ് ലൈനൊക്കെ പാലിച്ച്. കാര്യം മറ്റേ കുത്തിക്കഴപ്പ് ഓടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ട് കാണാൻ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതാട്ടോ. കാര്യം ഇത്രയും നന്നായിട്ട് നമ്മുടെ നാട്ടിൽ പിള്ളേരൊക്കെ ഇപ്പോൾ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. അതിപ്പോൾ ഏത് വണ്ടിയാലും കേട്ടോ. നിങ്ങളിപ്പോൾ R15 MT15 എന്തെടുത്താലും എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു റൂട്ടാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ബസ് കുറേ വരും. ആനയുണ്ട്, അതുകൂടാണ്ട് ബസ്സുകൾ കുറേ വരും കേട്ടോ. അങ്ങനെ ബസ്സുകൾ വന്നാൽ നമുക്ക് പണിയാണ്. ചെറിയ വഴിയാണിത്. ഹായ്, ആറൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ പാസ് ഉണ്ടെന്ന് തോന്നണം. ഇവിടെ ഇപ്പോൾ പാസ് സിസ്റ്റമാണ്. ഹായ്, വാൽപ്പാറ. അപ്പോൾ ഇവിടെ ജസ്റ്റ് പൈസ ഒന്നും കൊടുക്കണം കേട്ടോ. ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. എന്നിട്ട് തിരിച്ച് വരുമോ അത് അപ്പുറത്ത് പോകുമെന്ന് കാര്യം പറയാം. വണ്ടി നമ്പർ കൊടുക്കുക, ഒരാളുടെ പേര് കൊടുക്കുക. പരിപാടി കഴിഞ്ഞ് ഈസി. ഫോട്ടോ എടുക്കണം. ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? നിന്നാ ഇവിടെ നിർത്തും. അവിടെ നിർത്തും. താങ്ക് യു. ശരി. എവിടെ സ്ഥലം? ഓ ആ. അപ്പോൾ നിങ്ങൾ ജീപ്പിനാണോ വന്നേ? ശരി, കാണാം. ഞാൻ വാൽപ്പാറയ്ക്ക്. ഹലോ. അതെ. സുഖം. ഹായ്. എങ്ങോട്ടാ? വാൽപ്പാറയ്ക്കാ? എൻ്റെ കഴിഞ്ഞിട്ടാ.
ഓക്കെ സോ നമുക്ക് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ കാണാൻ പറ്റി. അപ്പോൾ ഫ്രണ്ടിൽ ഇത് കഴിഞ്ഞാലും കുറച്ച് കടകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെയും നമുക്ക് വാഷ്റൂമും പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് വാങ്ങാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലുണ്ട് ഇത് തന്നെ. വി ഹാവ് സ്റ്റാർട്ടഡ് ദ വാൽപ്പാറ, നമ്മുടെ 7th ഹെവനിലേക്കുള്ള യാത്ര. അവിടെ വലിയ ഹെയർ പിന്നൊക്കെ ഉണ്ട്, അതിൻ്റെ ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സുധിച്ചേട്ടൻ എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്, പണ്ട് സുധിച്ചേട്ടൻ പോയപ്പോൾ എടുത്തത്. ഞാൻ ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഫുൾ ഹെയർ പിൻ നമ്മൾ തിരിച്ചാൽ തമിഴ്നാട് ഇറങ്ങുമ്പോഴത്തേക്കും. പക്ഷേ നല്ല തണുപ്പ്, നല്ല സുഖം. അപ്പോൾ ഈ റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചൊന്ന് നിർത്താൻ പാടില്ല. ഫോറസ്റ്റ് ഏരിയയാണ്. കാര്യം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ചേട്ടന്മാർ നിർത്തിയേക്കണുണ്ട് ബൈക്കൊക്കെ, ഐ മീൻ കാറ് മൊത്തത്തിൽ നിർത്തി. കാര്യം ഒരു ആന വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയായി പോവും. അപ്പോൾ ഇങ്ങനെ നിർത്താൻ പാടില്ല. അങ്ങനെയൊക്കെ നിർത്തുന്നത് നിയമവിരുദ്ധമാണ്, നമുക്ക് ഡേഞ്ചറുമാണ്. അപ്പോൾ മാക്സിമം അങ്ങനെയൊക്കെ നിർത്താണ്ടിരിക്കുക. ആനപ്പിണ്ടം സ്പോട്ടഡ്. ഇത് അപ്പോൾ ഇവർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്ന പിള്ളേരാണ്. എന്താ പറയുക, ഇതടിയാണോ? അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്ന പിള്ളേരാണ്. അപ്പോൾ അവർ അവിടെ വെച്ച് കണ്ടാണ് അവരിത് ജീപ്പിൽ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കൊള്ളാം, ആരെങ്കിലുമൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ നമുക്ക് പയ്യെ വിട്ടു കൊടുക്കാം അല്ലേ. ഫ്രഷ് ആനപ്പിണ്ടം കാണുന്നുണ്ട്. എവിടെയോ ഉണ്ട്. ഇവിടെയൊക്കെ ഇതേ മരമൊക്കെ ഓടിച്ചിട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ വലിയ വണ്ടികളുടെ പുറകെ പോയാൽ നമ്മൾ സേഫ് ആട്ടോ എന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് പണി നടക്കുന്നത്. അത് ഹൈഡ്രോ പവർ ഷോലയാർ ഡാമിൻ്റെ ഹൈഡ്രോ പവർ പ്ലാന്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണത്. അയ്യോ, ആനക്കുഴി ഉണ്ടോ. വഴിയൊക്കെ ഭയങ്കര ചെറുതാട്ടോ. അപ്പോൾ വലിയ വണ്ടികളൊക്കെ ഇട്ട് വന്നാൽ അറ്റ് എ ടൈം ചിലപ്പോൾ പണിയാവാൻ സാധ്യതയുണ്ട് ചില സ്ഥലത്തൊക്കെ. അത്യാവശ്യം ചെറിയ വഴിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബൈക്കേഴ്സിന് അടിപൊളിയാണ്. കാറ് വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി. കാറിൽ വരുമ്പോൾ മാത്രം ആൾക്കാരെ സൂക്ഷിച്ചാൽ മതി. നമ്മൾ കയറി വാൽപ്പാറയൊക്കെ എത്താറായി, മലക്കപ്പാറയൊക്കെ എത്താറായി. ഷോലയാർ ഡാമൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തണുപ്പ് കയറുന്നുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റും ചെറിയ നമ്മുടെ ഈ കോടയുടെ ഇടയിൽ കൂടെ പോകുമ്പോഴൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. ആൻഡ് റോഡ്സ് ഇത് ഇപ്പോഴാണ് ഇങ്ങനെ കുറേ കട്ടിങ്ങൊക്കെ വന്നു തുടങ്ങി. ഇത്ര നേരം നല്ല റോഡായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മോശമായിട്ടുള്ള റോഡൊന്നും ഇല്ലെന്ന് പറയാനില്ല. പണികൾ നടക്കുന്നുണ്ട്, നല്ല നല്ല റോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴക്കാലം പിടിച്ചിരിക്കണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ റോഡൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും തന്നെ നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം മോശമായിട്ടുള്ള റോഡ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഏകദേശം 4-5 കിലോമീറ്ററായി, 3 കിലോമീറ്റർ പ്ലസ് എന്തായാലും ആയി ഇങ്ങനത്തെ ഒരു മോശമായ റോഡ്. അപ്പോൾ ഏകദേശം നമ്മൾ സ്ഥലം എത്താറായി തന്നെ പ്രതീക്ഷിക്കണം. ഓഹോ 790 ഹീറ്റപ്പ് ആവുന്നുണ്ട്. സോ ഇതാണ് ഈ മോശമായിട്ടുള്ള റോഡിൽ കൂടെ വന്ന ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാട്ടോ. പിന്നെ നമുക്ക് അധികം പൊളിക്കാനും പറ്റില്ല. നല്ല റോഡാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി, വെരി സ്മൂത്ത്. പക്ഷേ റോഡ്സ് ബാഡായാൽ നമുക്ക് അതേപോലെ റൈഡും ബാഡാവും. പക്ഷേ ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് തന്നെ വിശ്വസിക്കുന്നു, അധികം ദൂരമില്ല. അപ്പോൾ അവിടെ ബാക്ക് എടുത്ത് എറിയനാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അവസാനത്തെ ഒരു 10 കിലോമീറ്റർ ഏകദേശം. ഇത് അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് കേട്ടോ. നല്ലൊരു ട്രെയിൽ പോലെയുണ്ട്. എക്സ്പൾസ് ആയിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. എത്തിയിരിക്കണതാണ് മലക്കപ്പാറ. തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാം ഇവിടെ മൊത്തം. മലക്കപ്പാറയാണ്. പിന്നെ നമുക്ക് വാൽപ്പാറ, വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോണ കടകളും കാര്യങ്ങളും ഇവിടെ കേട്ടോ.
ഓക്കെ, അപ്പം നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്ന ആ ഒരു സ്ലിപ്പ് നമ്മൾ ഇവിടെ കൊടുക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാൻ പറ്റുള്ളൂ ടു മലക്കപ്പാറ. അതായത് ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ടാണ് ആ ഒരു ചെക്ക് പോസ്റ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വാൽപ്പാറയ്ക്കാണ്. നല്ല വെയിലായിട്ടുണ്ട്, തണുപ്പൊക്കെ കുറഞ്ഞ്, കാറ്റിൽ തണുപ്പുണ്ട്, പക്ഷേ അത്യാവശ്യം വെയിലായിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ, റോഡ് ഇപ്പോഴും നന്നായിട്ടില്ല, നന്നാവുന്നേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നല്ല റോഡാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പോൾ തോന്നുന്നു എക്സ്പൾസായിട്ട് വന്നാൽ മതി. എക്സ്പൾസല്ല, നിങ്ങൾ വലിയവരാണ്, നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഹോപ്പ്ഫുള്ളി നമുക്ക് ഒരു ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല റോഡുകൾ, ഇതേപോലത്തെ നല്ല നല്ല റോഡുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് സോ മലക്കപ്പാറ ജസ്റ്റ് നമ്മളൊരു മിഡ് പോയിൻ്റ് എന്ന് വേണേൽ പറയാം. വാൽപ്പാറയും അയച്ചാലിൻ്റെ ഒരു മിഡ് പോയിൻ്റ് എന്ന് വേണം നമുക്ക് പറയാം കേട്ടോ. എന്താ ഭംഗി എന്നറിയാം. ഇതിപ്പം ഇവിടെ എനിക്ക് എത്ര മഴ പെയ്തു എന്ന് എനിക്കറിയില്ല, പക്ഷെ വന്ന വഴി ഫുൾ പച്ചപ്പായിരുന്നു. ഇപ്പോഴാണ് ആ പച്ചപ്പ് ഒന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നണത്, ചെറുതായിട്ട്. കാര്യം ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് മലക്കപ്പാറ സൈഡ്. അതുപോലെ നമ്മൾ പയ്യെ വാൽപ്പാറ എത്തുമ്പോൾ പിന്നെയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അയ്യോ, തമിഴ്നാട് ദൈവമേ, കണ്ടോ വ്യത്യാസം കണ്ടോ? തമിഴ്നാട് ബോർഡർ കയറുമ്പോൾ തന്നെ സെറ്റ്, ഇവിടെ നല്ല റോഡായി. ഓ, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത്രയും നമ്മുടെ അവിടെ പക്ഷേ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറ്റമൊന്നും പറയാനുള്ള. റോഡ് നന്നാവുന്നുണ്ട്, പക്ഷെ തമിഴ്നാട്ടിൽ കയറുമ്പോൾ തന്നെ റോഡിൻ്റെ ആ ഒരു ഗതിയും സെറ്റപ്പ് തന്നെ മൊത്തം അണ്ണേ കൊഞ്ചം വളി വിടുങ്കോ. ദാറ്റ് ഈസ് അവർ ഡാം. നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടിയാണെന്ന് പോകുന്നതെന്ന് തോന്നണം കേട്ടോ. ഷോലയാർ ഡാം എന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഹോപ്പ്ഫുള്ളി യെസ് ഷോലയാർ ഡാം തന്നെ. അവരെ കാണാനില്ല. യെസ്, ദിസ് ഈസ് ദ ഷോലയാർ ഡാം. ഹായ്, എങ്ങനെയുണ്ട് ബേക്കോ? കൊച്ചിമാമൻ ഫോട്ടോ എടുക്കാൻ വന്ന ഡാമാണ് നിങ്ങൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ സൈഡ് ഫുള്ള് നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോണേണ്. എന്നിട്ട് നമ്മൾ പിന്നെയും മല കയറും. കണ്ടോ, അത്യാവശ്യം വെള്ളം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ചിലപ്പോൾ ഇതിലും നല്ല മഴയത്തൊക്കെ നല്ല വെള്ളം കൂടുതലായിരിക്കും, പക്ഷെ ഇപ്പോൾ കുറവാണ് എന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. ചൂടാണെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ തണുത്ത കാറ്റടിക്കാനുള്ള ഒരു സമാധാനമുണ്ട്. ആണ് ആ ഡാമിൻ്റെ ഏരിയയുടെ നല്ല ഭംഗിയുണ്ട്. ഫുൾ പച്ചപ്പൊക്കെ ചെയ്തുകൊണ്ട് ഈ ഡ്രൈനെസ് മൊത്തം മാറി കിടക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഗോപ്രോ കൂടെ കാണുന്ന കുറച്ചും കൂടെ കളർ ഗ്രേഡൊക്കെ ചെയ്തിട്ടാണല്ലോ, വെറുതെ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുന്ന് 2 റൂട്ടുണ്ട്. ഒന്ന് വാൽപ്പാറ പോയിട്ട് നമുക്ക് പൊള്ളാച്ചി പോവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പൊള്ളാച്ചിക്ക് ഒരു ലെഫ്റ്റിലോട്ട് ഒരു റൂട്ടുണ്ട് കേട്ടോ. ആ റൂട്ട് എടുത്താൽ ഡയറക്റ്റ് പൊള്ളാച്ചിക്ക് പോവാം. അപ്പോൾ ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ വാൽപ്പാറയിലാണ് പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പമ്പിൽ പോകാനുള്ളവർക്ക് എനിക്ക് എന്തായാലും പമ്പിൽ കയറണം. അവർക്ക് പമ്പിൽ കയറാനൊക്കെ ആണെങ്കിൽ വാൽപ്പാറ തന്നെ പോകണം, എന്നാലേ റെഡി ആവുള്ളൂ. അപ്പോൾ വാൽപ്പാറ പോയിട്ട് പോകണം. 6 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വാൽപ്പാറ പോയിട്ട് പോണതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. ബെക്കോ എവിടെ വന്നേക്കണേ? നമ്മളെവിടെയാ? തേയിലത്തോട്ടത്തിൽ എന്ത് ചെയ്യുക? മണ്ണ് എന്ത് ചെയ്യണ്? ബെക്കുതേ തേയിലത്തോട്ടത്തിൽ പൂമ്പാറ്റിനെ പിടിക്കാൻ വന്നല്ലേ? ആണോ? പൂമ്പാറ്റ എവിടെ? അവിടെ ഉണ്ടോ? അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് വാൽപ്പാറ എത്താറായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു സൈഡിൽ നിർത്തി. വെയിലായിട്ടോ, ഭയങ്കര വെയിലായിട്ടുണ്ട്. അപ്പോൾ തേയിലത്തോട്ടത്തിൽ ചുമ്മാ ഇറങ്ങിയതാണ്. നല്ല വെയിലിൽ നിന്ന് കുറച്ച് നേരം മാറി തണലൊക്കെ ആയിട്ട് ഞങ്ങളത് അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് വാൽപ്പാറ എത്തി. റൂട്ട്
വാൽപ്പാറ എത്താറാകുമ്പോൾ, അതായത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്താറാകുമ്പോഴത്തേക്കും ഭയങ്കര മോശമാണ്. ചെറിയ മോശമൊന്നുമില്ല, ഭയങ്കര മോശമാണ്. അതിന് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 മുതൽ 8 കിലോമീറ്റർ വരെ നല്ല മോശമായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് പിന്നെയും കറക്റ്റ് തമിഴ്നാട് ബോർഡർ എത്തുമ്പോഴത്തേക്കും അടിപൊളി റോഡുണ്ട്. അപ്പോൾ വാൽപ്പാറ ഇവിടെ നിന്ന് നമുക്കൊരു 6 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറ പോയി ഫുഡ് കഴിക്കാം. എന്നിട്ട് നേരെ പൊള്ളാച്ചി വഴി പാലക്കാടായിരിക്കും മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാൻ പോണത്. കാര്യം ചിന്നാറ് ഫോറസ്റ്റ് കയറുമ്പോഴും 5 മണിക്ക് മുമ്പ് കയറണം. ഇരുട്ടായ പണിയാണ്, പയ്യനൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നടക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പയ്യെ പോവാം. വാൽപ്പാറ എത്തിയിട്ടോ, ടൗൺ എത്തി. ടൗൺ ഒരുമാതിരി കുറച്ച് ശോകമാണ്, ഭയങ്കര തിരക്കാണ്, ചെറിയ സ്ഥലമാണ്. അതെന്നെ സാധനം, അത് കീഴയുടെ വണ്ടിയൊക്കെ. നമുക്ക് നല്ലൊരു ഹോട്ടൽ തപ്പുക ഫുഡ് കഴിക്കാൻ. എങ്കിൽ റെസ്റ്റോറൻറ്റ് എங்கே இருக்கு? ഊണ് എங்கே കിടക്കും? ചോറ് സാപ്പാട് അങ്ങയാ? இந்த பக்கம் ഒന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മളത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഒരു ആവറേജ് ഫുഡെന്ന് പറയാം, അത്ര അടിപൊളിയൊന്നുമില്ല. നമ്മൾ തിരിച്ച് പൊള്ളാച്ചിക്ക് പോകണ വഴിയിലുള്ള ഒരു ഹോട്ടൽ, അൽമാസ് ഹോട്ടൽ. 1 മാസമായിരുന്നു, അത്ര മാസമൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ തമിഴ്നാട് ഫുഡ് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ കിട്ടണം അതേ ടൈപ്പ് ചോറും കറിയൊക്കെ ആയിരുന്നു. വെക്കോ നമ്മളിപ്പോൾ എവിടെയാ? വെക്കോ നമ്മളിപ്പോൾ എവിടെയാ? സ്ഥലം എവിടെയാ? എവിടെയാ പറ. എവിടെയാ ഇപ്പൊ നമ്മള്? അടി വേണോ? എവിടെ ഇപ്പൊ നമ്മൾ വന്നേക്കണേ? ഇനിയിപ്പോഴും ധൈര്യത്തോട്ടത്തില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ കാണുന്നതാണ് നമ്മുടെ പൊള്ളാച്ചിക്ക് പോണ റൂട്ട്. ഇത് ആ കാണുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഈ വഴി പോയാൽ തിരിച്ച് വാൽപ്പാറ എത്തും. ആ റൂട്ടിലേക്ക് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ കുറച്ച് കോടയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ വന്നിട്ട് കോടയും മഴയൊന്നും ഇല്ല, പൊരി വെയിലത്താണ് നിൽക്കണത്. നമ്മുടേത് എന്താണത്? ഇതാണ് നമ്മുടെ 3 വണ്ടികൾ. സ്ട്രീറ്റ് ട്രിപ്പിൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ശരിക്കും കാണിച്ചില്ലേ, കണ്ടോ? ഫുള്ളി കസ്റ്റമൈഡ് ആട്ടോ. ഇത് ഈ ഭാഗമൊക്കെ ഈ മീറ്ററിൻ്റെ ക്ലാമ്പൊക്കെ രണ്ടാമത് ഫുൾ കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്താണ് നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിളിൻ്റെ. ഇതും ഒരു അടിപൊളി ക്ലാമ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ് ക്ലാമ്പ്, അത് നന്നായിട്ട്. ഹൂസ്കോർണയുടെ ആ ഒരു ഹെഡ് ലാമ്പ് വെച്ച് 790. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? എങ്ങനെ പോകണം നമ്മുടെ വാൽപ്പാറ 7th ഹെവനിലെ ട്രിപ്പ്? പറയൂ. ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ. എന്തൊക്കെയായിരുന്നല്ലേ പ്രതീക്ഷ? യാസിനെ ഒന്ന് കാണണം. യാസിന് എപ്പോ പോയാലും കോട മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് ഇതേക്കോ 7th ഹെവൻ കണ്ടോ? 7th ഹെവൻ എന്ത് 7th ഹെവൻ. അപ്പൊ ഞങ്ങൾ പാക്കപ്പ് ചെയ്യുന്നു, കഴിഞ്ഞു നമ്മുടെ പരിപാടികൾ. റെയിൻകോട്ട് ഉണ്ട്, ചെറിയ മഴയൊക്കെ പെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്ക് പോയി നോക്കാം. സോ നമ്മളിത് ഇറങ്ങണേ കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തു ഗൈസ്. ഫൈനലി കുറച്ച് കോട കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ 7th ഹെവൻ കോട കണ്ട അപ്പം ഞാൻ വണ്ടി എടുത്തു കേട്ടോ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. ഈ എൻജിൻ മോണിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. മഴ പൊടിഞ്ഞു ഗൈസ്. അങ്ങനെ മഴ പൊടിഞ്ഞു, തണുപ്പായി, നല്ല സുഖമുണ്ട്. നമ്മൾ അങ്ങനെ വാൽപ്പാറ 7th ഹെവൻ. നമുക്കുള്ളത് ഹെയർ പിൻസ് ആണ്, ഫുൾ ഹെയർ പിൻ അപ്പ് ആൻഡ് ഡൗൺ. ഇത് ഇറങ്ങണ വരെയും ഹെയർ പിൻ ആയിരിക്കും. ആ ഹെയർ പിൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പൊള്ളാച്ചി. അപ്പോൾ ആ ഹെയർ പിന്നിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ, കുറച്ച് കോടയൊക്കെ കാണാൻ പറ്റുമെന്ന്. ബട്ട് ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. എന്തായാലും ഞങ്ങൾ റെയിൻ ലൈനേഴ്സ് ലോവർ മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പർ ഇപ്പം എൻ്റെ ഓൾറെഡി ഇത് ഒരു ഹാഫ് വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഹാഫ് വാട്ടർ പ്രൂഫ് എന്നുള്ള രീതിയിൽ പറയാം. ഇതാണ് ആ ഹെയർ പിൻ. മേളിൽ നിന്നാണ് നല്ല രസമുണ്ടോ ഈ ഹെയർ പിൻ.
അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു ഫ്രം വാൽപ്പാറ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു 3:30 വരെ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞ് 3:30 വരെ നമുക്ക് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ പോകാൻ പറ്റുള്ളൂ. മലക്കപ്പാറയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഷോലയാർ ഫോറസ്റ്റ് വഴി. നമുക്ക് ഇവിടെ എനിക്ക് കുറേ നേരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ചെക്ക് പോസ്റ്റ്. വാൽപ്പാറ, പൊള്ളാച്ചി വാൽപ്പാറ. ഭയങ്കര ചൂടായിട്ടോ, പയ്യെ ഇറങ്ങിയാൽ മതിയായിരുന്നു തോന്നുന്നു. മണി 4:30, എന്നാലും ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാലക്കാട് കയറാണ്ട് പോകാൻ പറ്റിയ ഒരു വഴിയുണ്ട് അത്രേ. അപ്പോൾ അതും നമുക്ക് നോക്കാം. അങ്ങനെ ഏതൊക്കെ വഴിയുണ്ടെന്ന് നോക്കാം. അതൊക്കെ നോക്കിയിട്ട് ആലിയാർ ഡാം അതെത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് പോയാൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറയണ്ടായി. സ്ഥലത്ത് പാലക്കാട് കൊല്ലങ്കോട് ആ സ്ഥലത്തേക്ക് ചെന്ന് കയറും. അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് നിന്ന് അറിയാമല്ലോ, തൃശ്ശൂർ നമ്മുടെ നോർമൽ നമ്മൾ പോകുന്ന റോഡ് വഴി നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ 246 കിലോമീറ്ററായി. ഏകദേശം 300-400 കിലോമീറ്റർ, 400-450 കിലോമീറ്ററിൻ്റെ റൈഡാണ്. മൈലേജ് ജസ്റ്റ് ഇപ്പോഴത്തെ മൈലേജ് നോക്കാം, അത് ഇനി കൂടും. നമ്മളിനി നമ്മുടെ ഇതിൽ പോകാൻ പോകണമുണ്ട്. ട്രിപ്പ് 1 മൈലേജ് 23.2 ആണ്. അപ്പോൾ ഒരു 22 കിട്ടുന്നുണ്ടാവും നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈവേ കയറുമ്പോഴത്തേക്കും അത് പയ്യെ 27ലേക്ക് മാറും. 27ലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബാക്ക് ടു കൊച്ചി. അങ്ങനെ 1 ഡേ സൺഡേ മോർണിംഗ് റൈഡ് ഈസ് ഓവർ. നല്ല ഒരു അടിപൊളി റൈഡായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് കൊച്ചി എത്തിയിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ വീടെത്തി. നമ്മുടെ റൈഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു. 1 ഡേ റൈഡ് അടിപൊളിയായിരുന്നു. വാൽപ്പാറ ഉദ്ദേശിച്ച അത്രയും ഒരു തണുപ്പ് അല്ലെങ്കിൽ കോട ഒരു എഫക്റ്റ് ഒന്നും കിട്ടിയില്ല. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. റോഡ്സ് വാൽപ്പാറ എത്താറാകുമ്പോൾ ഒരു 8 കിലോമീറ്ററോളം മോശമാണ്. ഒരു 5 മുതൽ 8 കിലോമീറ്റർ വരെ ഭയങ്കര മോശമാണ്. അത് കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ കയറുമ്പോൾ തന്നെ നല്ല റോഡുകളൊക്കെ വരും. പിന്നെ തിരിച്ച് ഞങ്ങൾ വന്നത് പാലക്കാട് നമ്മൾ തൃശ്ശൂർ ആ റൂട്ടിലാണ് വന്നത്. അത് പെട്ടെന്ന് എത്തി. നല്ല റോഡുകൾ അടിച്ച് മിന്നിച്ച് വരാം, ഒരു വിഷയമില്ല. നല്ല സുഖമായി ഉള്ളൊരു യാത്ര ചെയ്ത ആ റോട്ടിൽ കൂടെ. പക്ഷേ ചൂട് ഇങ്ങോട്ട് എത്തുമ്പോഴത്തോറും ചൂട് കൂടി വന്നു. അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അങ്ങനെ മണി 10:10 ഇപ്പോൾ നമ്മൾ വീടെത്തി. നമ്മൾ ഏകദേശം 430 കിലോമീറ്ററാണ് ഇന്ന് നമ്മൾ വണ്ടി ഓടിച്ചേക്കണം 790. എനിക്ക് മൈലേജ് ഏകദേശം 24 കാണിച്ചേക്കണം മൈലേജ്. അപ്പോൾ 23-24 റേഞ്ചിൽ മൈലേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ പഴയ ആ ഒരു റൈഡിങ് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ 4-5 പേരുണ്ടായില്ലേ, 2 പേരൊക്കെ ആയിട്ട് ഒന്ന് റൈഡൊക്കെ പോകാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സജസ്റ്റ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നു. സോ ഡോണ്ട് ഫെയിക്ക് ലൈക്ക് ഒക്കെ ഞാൻ ബെല്ലേക്ക് അടുത്ത വീഡിയോ ബെല്ലിങ് അറിയിക്കുന്നതായിരിക്കും.